അത് ആക്ച്വലി അതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ എനിക്ക് ഐ ഹാവ് എ ചാനൽ, നിങ്ങൾക്കറിയില്ല. അപ്പോൾ അതിനകത്ത് ഞാൻ എപ്പോഴും എൻ്റെ ചിന്തകളെക്കുറിച്ചും ഞാൻ കുറച്ച് അത്യാവശ്യം ഈ സോഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്ക് എപ്പോഴും ഞാൻ കുറച്ച് ശ്രദ്ധിക്കുകയും എന്താണ് അതിൻ്റെ പിന്നിൽ നിന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ച് വന്നപ്പോൾ ഐ തോട്ട് ഓഫ് മേക്കിംഗ് ഇറ്റ് എ വീഡിയോ. അതെങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. കാരണം തമിഴിലൊരു റിയാലിറ്റി ഷോ ഉണ്ട്, നിങ്ങൾക്ക് അറിയാം, ഞാൻ പേരറിയത്തില്ല. പക്ഷേ ഇങ്ങനെ ഈ ഇൻലോസും ഒക്കെ ആയിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ അവരെല്ലാം പറഞ്ഞിരുന്നൊരു കാര്യം എന്നെ വേലക്കാരിയായിട്ട് ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുക, അതെന്താണ് അങ്ങനെ ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അനുഭവം വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു അനുഭവത്തിന് ഞാൻ നിന്ന് കൊടുക്കുകയില്ല. ബട്ട് ഗോഡ് ഗ്രേസ് എൻ്റെ ഇൻലോസോ എൻ്റെ ഹസ്ബൻഡോ അങ്ങനെ ഒരാളല്ല. അപ്പം പിന്നെ നമ്മൾ നിൽക്കുന്ന പോലെ ഇരിക്കുമല്ലോ. നമ്മൾ ബോൾഡായിട്ട് നിന്നാൽ ഇവർക്ക് ആർക്കും നമ്മുടെ അടുത്ത് അങ്ങനെ ഒരു ഇതിന് പോലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചാൽ എന്താണ് അവർ വേലക്കാരി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ച് വന്നപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ്, ദേ ആർ പെയ്ഡ് അല്ലേ. നമുക്ക് എങ്ങനെയാണ് എൻ്റെ വീട്ടിൽ വരുന്ന സെർവൻസിനോടൊന്നും ഞങ്ങൾ വിത്ത് ഓൾ ദി റെസ്പെക്ട് വി ബിഹേവ്. എങ്ങനെയാണ് ഈ ഒരു സെർവൻറ്റിനോടുള്ള പെരുമാറ്റം എന്നുള്ളത് എനിക്ക് എങ്ങനെ, ഞാനത് കണ്ടിട്ടുമില്ല. എനിക്ക് അങ്ങനെ അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി എനിക്ക് ചിന്തിച്ചിട്ട്, കാരണം എൻ്റെ വീട്ടിൽ ഞങ്ങൾക്കൊരു അമ്പിയാൻറ്റി എന്ന് പറഞ്ഞൊരു സഹായത്തിന് ആളുണ്ടായിരുന്നു. അവരെ ഞങ്ങൾ ട്രീറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞാൽ ഈവൻ ഞങ്ങളുടെ കല്യാണത്തിന് പോലും ഞങ്ങൾ സാരി കൊടുത്ത് എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കുന്ന പോലെ അനുഗ്രഹം വാങ്ങിച്ച് പോയ ആൾക്കാരാണ്. സോ ട്രീറ്റിംഗ് ലൈക്ക് എ സെർവൻ്റ് എനിക്കത് ഒരു രീതിയിൽ എനിക്കങ്ങോട്ട് തോട്ട് ശരിയാവുന്നില്ല. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനൊരു വീഡിയോ ഇട്ടത്. പക്ഷേ ഇവരത് കണ്ടിട്ട് ഞാൻ വേലക്കാരിയായി ട്രീറ്റ് ചെയ്യപ്പെടുന്നു എന്താണ്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ ഇല്ല. ഈ വീഡിയോ വരുന്നതിന് ഒരു 3 days ബിഫോർ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഞാനും ഹസ്ബൻഡും കൊണ്ടുള്ളൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു പിൻ ചെയ്തത് ഞാൻ മാറ്റി. ബിക്കോസ് ഇൻസ്റ്റഗ്രാമിലാണ് ഇപ്പോൾ കുറച്ചും കൂടെ പ്രൊഫഷണലായിട്ട് എല്ലാവരും നോക്കുന്നത്. ഫോർ ഫിലിം ഓഡിഷൻ എല്ലാവരും ഇവർ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ അയച്ചു കൊടുക്കാമെന്ന്. അപ്പം ഞാൻ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഐ ഷുഡ് മേക്ക് ഇറ്റ് പ്രൊഫഷണൽ. അവിടെ ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ടുള്ള എൻ്റെ ഫോട്ടോസ് ഇടുന്നതിലും എനിക്ക് എൻ്റെ ഫോട്ടോസ് ഇട്ട് എൻ്റെ പ്രൊഫൈൽ എനിക്ക് സെറ്റാക്കണം. ആ ഒരു രീതിയിലാണ് നമ്മൾ ആ പിൻ ചെയ്യുന്നതെല്ലാം മാറ്റുന്നത്. ദാറ്റ് ഡസൻറ്റ് മീൻ വി ആർ സെപ്പറേറ്റഡ്. പിന്നെ പറയുന്നത് വീഡിയോസിൽ മനോജേട്ടനെ കാണുന്നില്ല. മനോജേട്ടനൊരു ഡയറക്ടറാണ്. 16 to 17 days ഹീസ് കംപ്ലീറ്റ്ലി ഗോയിങ് ഫോർ ഷൂട്ട്. രാവിലെ 6:30 പോയാൽ 11:30 വരുന്നത്. ആ സമയത്ത് ചിലപ്പോൾ ഞാൻ ഉറങ്ങിപ്പോവും. പിന്നെ കാണുന്നത് ഒരു 3-4 days ആണ് പുള്ളിയെ നമുക്ക് കിട്ടുന്നത്. ആ 3-4 days എനിക്ക് വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുക, ഞങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യും. ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഈ കുറച്ച് ഞാൻ പേരെടുത്ത് പറഞ്ഞ സിനി ലൈഫ് അങ്ങനെയുള്ള കുറച്ച്. പക്ഷേ ചില ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇതിൽ നിന്ന് നിങ്ങൾ മാറ്റുമോ, ഇതെനിക്ക് ഇറിറ്റേഷൻ. പക്ഷെ അവർ ഇമ്മീഡിയറ്റ്ലി അവരത് മാറ്റി. അവരോടെല്ലാം എപ്പോഴും താങ്ക്ഫുൾ ആൻഡ് ഗ്രേറ്റ്ഫുൾ. പക്ഷേ ചില ആൾക്കാർ പറയുന്നത് അതെന്താണ്, നിങ്ങളത് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. പിന്നെ ഐ തോട്ട് അങ്ങനെ ജീവിക്കാൻ പറ്റുന്നെങ്കിൽ ലെറ്റ് ദം ലിവ്. പിന്നെ എന്നോട് എൻ്റെ സിസ്റ്ററൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ദേ ആർ മേക്കിംഗ് സം മണി. നമ്മൾ കാരണം അവർ കുറച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട്, അവർക്കതൊരു ഇൻകം ആവുന്നുണ്ട്, അവർക്കതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ലെറ്റ് ദം ഡു. അതേ ഇനി നമുക്ക് ചെയ്യാൻ പറ്റും. ബിക്കോസ് അല്ലാതെ നമുക്ക് അതിനകത്തൊരു എന്താ പറയുക, അയ്യോ അവരുടെ പുറകെ നടന്നു, ഐ ഡോണ്ട് ഹാവ് യുവർ ടൈം. ആർക്കാണ് അതിൻ്റെ പുറകെ നടക്കാൻ? ഇപ്പോൾ ഇവരെ പോലെ മറ്റൊരാളുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്ത് ഹസ്ബൻഡുമായിട്ടുള്ള ഫോട്ടോ ഉണ്ടോ അവരുമായിട്ടുള്ള ഫോട്ടോ ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കാനുള്ള ടൈമും നമുക്കില്ലല്ലോ. അപ്പോൾ സോ ഐ ഹാവ് എന്താ പറയുക, ഒരു ചെറിയ എനിക്ക് സഹതാപമാണ് അവരോട്, അത്രയേ ഉള്ളൂ. ദിസ് ഇസ് മൈ റിയാക്ഷൻ. ഇനി ഇതിൻ്റെ പേരിൽ വരുമായിരിക്കും, ബട്ട് ഐ ഡോണ്ട് കെയർ. ഇപ്പം ഞാൻ കുറച്ച് എൻ്റെ ഈ നൗ ഐ എം 30s ഞാൻ മനസ്സിലാക്കിയത് നമ്മളുടെ മെൻ്റൽ പീസാണ് എല്ലാത്തിനും നല്ലത്. എല്ലാവരും വഴി നിൽക്കുന്ന എല്ലാവരോടും നമ്മൾ റിപ്ലൈ ചെയ്ത് റിയാക്ട് ചെയ്ത് പോയാൽ എൻ്റെ മെൻ്റൽ പീസ് പോകുന്നൊരവസ്ഥയിലേക്ക് അന്ന് ചെന്നു. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും റിയാക്ട് ചെയ്തത് അതിൻ്റെ. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നത് അതിൻ്റെ പോലും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു. ബിക്കോസ് ചില ആൾക്കാർ റിയാക്ഷൻ പോലും എന്താ പറയുക ഡിസേർവ് ചെയ്യുന്നില്ല. അങ്ങനത്തെ ആൾക്കാർ. ഞാൻ എൻ്റെ ഫ്രണ്ട് അപ്സരയായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും സെയിം ഇഷ്യൂ അവളോടെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അവരുടേതായ പേഴ്സണൽ ലൈഫില്ല, അവർ ഫോട്ടോ ഇടുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും പണ്ടത്തെ കാലത്ത് കുറച്ചിങ്ങനെ ഈ നമ്മൾ പറയുമല്ലോ പരദൂഷണ കമ്മിറ്റി അങ്ങനെയൊക്കെ ആ ഒരു ലെവലിലേക്ക് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വേൾഡ് ഒരുപാട് മുന്നിലേക്ക് പോകുന്ന ഒരു ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈവൻ കുട്ടികളുടെ പോലും ചിന്താഗതി നമ്മളുടെ വേൾഡിൻ്റെ പോക്കൊക്കെ വേറൊരു ലെവലിലേക്ക് പോകുമ്പോൾ ഇവർ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷേ എനിക്ക് അവരോട് എന്താ പറയുക, സഹതാപം മാത്രം, അത്രേ പറയാൻ പറ്റുള്ളൂ. വി ഹാവ് ടു അപ്ഗ്രേഡ് അവർ സെൽഫ്. അവർക്ക് എന്തെല്ലാം നല്ല കണ്ടൻസ് ഇടാം അല്ലേ. ഈ ഭാര്യയും ഭർത്താവും വേർപിരിഞ്ഞോ അവർ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഉള്ള സമയത്ത് എത്ര സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടു, ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി സ്വന്തം ക്ലാസ്മേറ്റിനെ കണ്ടിരുന്നോ? നിങ്ങൾ അതിന് വീഡിയോ ഇട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ എന്ത് പറയാനാ? ഓക്കെ അല്ലേ? താങ്ക് യു.